അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഒരു അച്ചാറുമായിട്ട് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി സാധനമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബർജൽ. നമ്മൾ പഴമായിട്ട് തന്നെ കഴിക്കുന്ന സാധനം. നല്ല മധുരമുണ്ട്, ഒരു കിരികിരിപ്പുണ്ട്, നല്ല കിടുക്കച്ച സാധനം. അപ്പോൾ ഈ സബർജൽ വെച്ചാണ് നമ്മളിന്ന് അച്ചാർ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണം അരിഞ്ഞ് ഒരു ചെറിയ കഷ്ണമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു തുടം വെളുത്തുള്ളി ഉണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി. ഇത്രയും കഥാപാത്രങ്ങൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്നത്തെ പോലെ നമ്മുടെ കൽച്ചട്ടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റവ് ഒന്ന് കത്തിച്ച് നമ്മുടെ ചട്ടി ചൂടാക്കി എടുക്കണം. നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാതെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് അച്ചാറിന് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഏത് എണ്ണയിലും നമുക്ക് തയ്യാറാക്കാം. പക്ഷെ നല്ലെണ്ണ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വെക്കാം, കേട് കൂടാതിരുന്നോളും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കണം. നമ്മുടെ വെളിച്ചെണ്ണയിൽ വേണേലും തയ്യാറാക്കാവേ. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് സാധനം. പക്ഷെ പെട്ടെന്ന് ചീത്തയാകാനുള്ള സാധ്യത കൂടുതലാണ്. ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എണ്ണ ചൂടായി വരുന്നതിന് നമ്മുടെ ആദ്യത്തെ സംഭവങ്ങൾ ഇട്ട് തുടങ്ങാം. നമ്മുടെ കടുക്, ഉലുവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പം ചൂടാകട്ടെ. അപ്പം നമ്മുടെ എണ്ണ നല്ല അടിപൊളിയായിട്ട് ചൂടാകട്ടെ. അപ്പം നമ്മുടെ ഉലുവ ലെവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആദ്യം. അപ്പൊ ഉലുവ മൂത്ത് വരുമ്പോഴത്തേക്കിനും തന്നെ നമുക്ക് നമ്മുടെ കടുക് കൂടെ ഇട്ട് കൊടുക്കണം. ഉലുവ ഒന്ന് മൂത്തോട്ട്. അപ്പൊ നമ്മുടെ ഉലുവ സെറ്റ് ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാവേ. അപ്പൊ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഒരു സ്ഫോടനം നല്ലതാണ്. കടുക് ഒന്ന്, ഇത് കുഞ്ഞു കടുക് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടി കിട്ടുവേ. അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ 2 വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് കൂടെ ഇട്ടാലല്ലേ നമ്മുടെ അച്ചാറിന് ഒരു ടേസ്റ്റ്. 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അത് സെറ്റായി. ഇനി നമ്മുടെ ചെറുതായി ഞുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. അച്ചാറുകളൊക്കെ വീട്ടിലുണ്ടെങ്കിലേ ഒരു നമുക്ക് വേറെ കൂട്ടാനില്ലെങ്കിൽ പോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അതാണ് ഏറ്റവും. അതന്നെ, ഇച്ചിരി ചോറ് വെച്ചാൽ മാത്രം മതി. പിന്നെ അച്ചാർ കൂട്ടി നമുക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പൊ എല്ലാവരും ഒരു സ്വല്പം എന്തെങ്കിലുമൊക്കെ അച്ചാർ ഇട്ട് വെക്കുന്ന വളരെ നല്ല. പിന്നെ നമ്മൾ അടുത്തിടുന്നത് തന്നെ നമ്മുടെ പച്ചമുളകാണ്. അതിന്റെ ആ ഒരു പച്ചപ്പൊക്കെ മാറിക്കിട്ടണം. അപ്പൊ ഈ പച്ചമുളകും ചുമന്നോളവും ഒക്കെ ഇടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം. ഇത് ചിലപ്പോൾ പൊട്ടും. എല്ലാ വീട്ടിൽ പറയാനുള്ള സംഭവമാണ്. ഇതിനകത്ത് ഈ അരിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മുളകിന്റെ, അത് ചിലപ്പം സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മള്. ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാതെ. നമ്മൾ ഒരു കൽച്ചട്ടി മാത്രം ഉപയോഗിച്ച് ഈ മുഴുവൻ അച്ചാർ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ, ഒരു കൽച്ചട്ടിയുടെ ആവശ്യമുള്ളൂ മുഴുവൻ അച്ചാറും കൂടെ ചെയ്യാനായിട്ട്. കൽച്ചട്ടി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പുളിയൊക്കെയുള്ള സാധനങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൽച്ചട്ടി ഉപയോഗിക്കുന്നത്. കൽച്ചട്ടി, മൺചട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ പഴയ ടൈപ്പ് ചീനച്ചട്ടി ആണെങ്കിലും നല്ലതാണ്. ചീനച്ചട്ടി, അതായത് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റീലിന്റെയും മറ്റേ നോൺ സ്റ്റിക്ക് ഒന്നുമല്ല, നമ്മുടെ പഴയ കാലത്തെ സാധനം. അതൊക്കെയാണ് നമ്മുടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളിപ്പം സ്റ്റീലിന്റെ തടിയാണ്, അത് നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റും. അത് ഇത് നമ്മുടെ എല്ലാ സംഭവങ്ങളും ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട് സംഭവം. ഇനി നമുക്ക് സ്വല്പം കറിവേപ്പില, ഒരു 2 കറിവേപ്പില മതി. അവനെ കൂടെ ഇട്ട് കൊടുക്കാം. കൽച്ചട്ടികള് ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ട് അങ്ങോട്ട് തീ വെച്ച് നന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വെച്ചാൽ ആ ചൂട് അതുപോലെ നിർത്തി വെച്ചാലുണ്ടല്ലോ പിന്നെ ആ തിള നിൽക്കും. അതാണ് ഏറ്റവും വലിയ കൽച്ചട്ടിയുടെ ഒരു പ്രത്യേകത. മൺചട്ടിക്ക് അത്ര ഇല്ല കേട്ടോ, കൽച്ചട്ടിക്കാണ് ശരിക്കും നല്ല. എന്റെ ആ തീ അങ്ങ് നന്നായിട്ട് അങ്ങ് പിടിച്ചിരിക്കുമല്ലോ. അപ്പൊ അത് കാരണം നമ്മളിപ്പോ ഉപയോഗിക്കുന്ന കൽച്ചട്ടിയുടെ ഒക്കെ പുറകിലൊക്കെ ഒരു ചരിത്രമുണ്ട്. നമ്മള് ജനിക്കുന്നതിന് മുമ്പുള്ള സാധനങ്ങളൊക്കെ നമ്മള് നാട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന നമ്മുടെ വീട്ടില് ഉപയോഗിച്ചോണ്ടിരുന്ന കൽച്ചട്ടി തന്നെയാ. അത് നമുക്ക് ഇങ്ങനെ തന്നു വിട്ടതാ. പിന്നെ നമുക്ക് നമ്മുടെ തവി എടുത്തേട്ടോ, തീ കുറച്ച് വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. മഞ്ഞൾ പൊടിയ 1 ടീസ്പൂൺ. നമ്മുടെ എണ്ണ ചൂടായാൽ നല്ല പെട്ടെന്ന് ഇളക്കിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു. കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂണ്. അതിന് മതി, കാരണം ഇത് ചെറിയൊരു മധുരം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് ആകത്തുള്ളൂ. അപ്പൊ നമ്മുടെ
ഇതെല്ലാം ആയിട്ടുണ്ട്. നമ്മള് ഇനി നമ്മുടെ മെയിൻ സംഭവം അങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയാണ്. സബർജലിക്ക. ഇതിപ്പോ ഈ സാധനത്തിന്റെ സീസണാണ് കേട്ടോ ഈ സബർജൽ. ഇപ്പൊ നമ്മള് ഉപ്പിട്ടിട്ടില്ല, നമ്മുടെ കായപ്പൊടി ഇട്ടിട്ടില്ല. ഇത് രണ്ടും അച്ചാറിന്റെ മെയിൻ സംഭവം. പക്ഷെ അത് രണ്ടും നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പൊ അത് നമുക്ക് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാം. അതിന്റെ കളറൊക്കെ മാറി. ഇതേ സംഭവം ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഈ സബർജല് കിട്ടുമ്പോഴത്തേക്ക്. ഉപ്പിട്ട് കൊടുക്കാതെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇടാം. അപ്പൊ നമുക്ക് കായപ്പൊടി കൊടുക്കാവേ. അതെ, കായപ്പൊടി കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിനെ. കായപ്പൊടിയുടെ ഇവിടെ കിഴുത്ത ഇട്ടിട്ടില്ല. അതന്നെ ഇച്ചിരി ആരോഗ്യം വേണം. അപ്പൊ എന്നെ കളിയാക്കിയത് വെറുതെ ആയില്ലേ? നമ്മളിതിനെ ഈ ഹോളിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റ് കയറുമ്പോൾ ഇതങ്ങ് കട്ടയായി. നമ്മളെ ഇവിടെ സ്റ്റവ് അത് നിർത്തിയേ. കാരണം ഈ ഇനി കൽച്ചട്ടി ഉണ്ടല്ലോ, ഇനിയും ചൂടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് നല്ലതായിട്ട് വെന്തു പോകും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി എടുക്കാം. അപ്പൊ അതായിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറിയൊരു പുളി വേണമല്ലോ. അപ്പൊ നമ്മള് സ്റ്റവ് ഒക്കെ നിർത്തിയേക്കുവാണ്. ഒരു മീഡിയം എന്താ പറയുന്ന അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് നമ്മുടെ സാധനം ചേർക്കുന്നതാണ് നല്ലത്. ഇത് ചിലരുണ്ടല്ലോ ഈ തിളച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ചേർക്കും. കാരണം ഇതിനകത്ത് എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ഈ നമ്മുടെ വിനാഗിരി ഇല്ലേ, വിനാഗിരിയിലുള്ള വെള്ളം മുഴുവനും വറ്റി പോകാൻ വേണ്ടിയിട്ട് ചൂടായിട്ട് നിൽക്കുമ്പോൾ തന്നെ ചേർക്കാറുണ്ട്. ഇന്ന് നമുക്ക് അങ്ങനെ ചേർക്കാം. വിനാഗിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വിനാഗിരി ചേർത്തില്ല, ചെറിയൊരു മധുരം ആണ്. അത് നമ്മളിപ്പോ എന്താ പറയുക, പെട്ടെന്ന് നമ്മുടെ വീട്ടില് ചാമ്പ മരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറിച്ചു പെട്ടെന്ന് ഇച്ചിരി ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നില്ല, അതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഉപ്പ് നോക്കിയേട്ടാ, ഉപ്പ് വേണോ? ശകല ഉപ്പ് കിട്ടും, ഒരു ലേശം നോക്കിയാ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധനത്തിന് ഓൾറെഡി ഒരു മധുരം ഉള്ളതല്ലേ, അപ്പൊ അതൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ഉപ്പുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്, എരിയുണ്ട്, എല്ലാം കൂടെ ഉള്ള ഒരു ടേസ്റ്റ് ആണ് ഈ അച്ചാറിനുള്ളത്. ഇടുക്കാച്ചി അച്ചാർ. ഇതുപോലെ നമുക്ക് വേണം നമ്മുടെ ആപ്പിൾ ഇല്ലേ, ആപ്പിൾ വെച്ച് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് കമന്റ് ചെയ്യാമെങ്കിൽ അതിന്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. നമ്മുടെ മാറ്റിയേക്കാം, പുളിയുള്ളതുകൊണ്ട് ഒരു പീസ് കിട്ടാം. എന്തോടെ നമുക്ക് അടിപൊളി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. അപ്പം സബർജലിന്റെ ഒരു ഇപ്പൊ സീസണാണ് സംഭവം. അപ്പൊ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ഇതുപോലെ ചെറിയ പീസ്, നമ്മള് മാങ്ങ അച്ചാറൊക്കെ ഇടുന്ന ആ വലിപ്പത്തിൽ, ചെറിയ വലിപ്പത്തിൽ പെട്ടെന്ന് ആകുകയും ചെയ്യും. ഒത്തിരി അങ്ങ് വേവിക്കാൻ വേണ്ട, ഒരുപാട് അങ്ങ് വേവിക്കല്ലേ. വേവിച്ചു കഴിഞ്ഞാൽ അതൊരു എന്താണ് കൊഴുകൊഴായി പോകും. ആ ഒരു എന്താ പറയാ, അതന്നെ. അപ്പൊ എന്തായാലും സബർജല് മേടിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കിയോ, ഗ്യാരണ്ടിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്. അതായത് പിള്ളേർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ കേട്ടോ. അധികം എരിവൊന്നും വരുന്നില്ല, മധുരം ചെറുതായിട്ടുള്ളതുകൊണ്ട് ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് സാധനമാണ്. അപ്പൊ ഇതൊന്ന് റെഡിയാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയാം കേട്ടോ. എന്നാലേ നമുക്കൊരു സന്തോഷമാകത്തുള്ളൂ. പിന്നെ നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് എന്താ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെല്ലുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി നിർത്തുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അറിയാൻ വേണ്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പിന്നെ ലൈക്കും ചെയ്യണം കേട്ടോ. എന്നിട്ട് പിന്നൊന്നുമില്ല പറയാനായിട്ട്. അപ്പൊ നമുക്ക് നാളെ ഒരു വ്യത്യസ്തമായ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things
till I'm fucking buried in my grave.